നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിൽ വലിയ ഒരു പൊട്ടിത്തെറിയും അടിയും ബഹളങ്ങളുമാണ് നടക്കുന്നത്. നിയമസഭാ സമ്മേളനം 15-ാം തീയതി തുടങ്ങാൻ പോകുകയാണ്. രാഹുൽ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എത്തിയാൽ അതിനോടൊരു തരത്തിലും സഹകരിക്കാൻ തയ്യാറാകില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു. എന്നാൽ ഷാഫി പറമ്പിൽ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പ് രാഹുലിനെ എങ്ങനെയെങ്കിലും നിയമസഭയിൽ എത്തിക്കാനുള്ള ഒരു നീക്കം ശക്തമാക്കുന്നു. ഇത് ശരിക്കും കാലുവാരുകയാണോ വി ഡി സതീശൻ രാഹുലിൻ്റെ? ഇതിൻ്റെ ഒരു തമാശ, വാസ്തവത്തിൽ ഭരണകക്ഷിയിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകേണ്ടത്. ഇവിടെ ഭരണപക്ഷം നിശബ്ദതയോടെ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു. പ്രതിപക്ഷത്ത് തമ്മിലടി. വളരെ വിചിത്രമായ കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഗതികേട് കൊണ്ട് പറഞ്ഞിരിക്കുന്നു, രാഹുലിന് വേണമെങ്കിൽ നിയമസഭയിലേക്ക് വരാം, പക്ഷേ രാഹുലിന് സംരക്ഷണം ഒരുക്കാൻ ഞങ്ങൾ ശ്രമിക്കില്ല. അവിടെ രാഹുലിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഹുലിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ സ്പീക്കർ നോക്കണം എന്നാണ് സ്വന്തം പാർട്ടിയുടെ അധ്യക്ഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മറുവശത്ത് വി ഡി സതീശൻ ശക്തമായ നിലപാട് തന്നെ തുടരുന്നു എന്നാണ് നമുക്ക് വാർത്തകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് വരേണ്ടതില്ല. ഇതിനേക്കാളൊക്കെ രസകരമായ മറ്റ് ചില സംഭവങ്ങൾ നമ്മൾ ഇപ്പോൾ വാർത്തകളിൽ കാണുന്നു. അതിലൊന്ന്, കോൺഗ്രസ് പാർട്ടി പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭത്തെ ചൊല്ലി. അതിപ്പോൾ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെയാണ്. ഇന്നലെ എറണാകുളം DCC യോഗത്തിൽ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറയുന്നു, കോൺഗ്രസ് പാർട്ടിയിൽ രാഹുലിനെ ആരെങ്കിലും അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന്. രാഹുലിനെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്യുകയാണ് മുഹമ്മദ് ഷിയാസ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്ന നിലപാട്. ആ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട്. മറുവശത്ത് ഇന്നലെ ജോസഫ് വാഴക്കിനെ പോലുള്ളവർ ശക്തമായ പ്രതികരണം നടത്തി. രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റുകാരനാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ തർപ്പിച്ചു പറയുന്നു. അവർ അതേ നിലപാട് ആവർത്തിക്കുന്നു. മറുവശത്ത് ഏറ്റവും രസകരമായ കാഴ്ച, ക്രൈംബ്രാഞ്ച് ഇരുട്ടിൽ തപ്പുന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ സ്പർദ്ധയുണ്ടാക്കാനും പ്രശ്നങ്ങളുണ്ടാക്കാനും ക്രൈംബ്രാഞ്ചിൻ്റെ പേരിൽ ചില ചാനലുകൾ കണ്ടശ രാഹുലിനെതിരെയുള്ള തെളിവുകൾ എന്ന പേരിൽ ഓരോ കഥകൾ പുറത്തേക്ക് വിടുന്നു. ഇത്തരം കഥകൾ ചാടിപ്പിടിച്ച് ഗർഭവുമായി കോൺഗ്രസ് നേതാക്കൾ പരസ്പരം കലഹിക്കുന്നു, അവർ വഴക്കുണ്ടാക്കുന്നു. ഏറ്റവും മലീമസമായ കാഴ്ചയാണ്. ഒരു പ്രതിപക്ഷം ഇത്ര കണ്ട് അധംപതിക്കാമോ? പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം എന്താണ്? അവർ ഭരണകക്ഷിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്താനുള്ള ആർജവമില്ലാതെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട നേതാക്കൾക്കെതിരെ ആക്രോശം നടത്തി തെരുവിലേക്ക് ഇറങ്ങുന്നു. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു MLAക്കെതിരെ നടപടിയെടുത്ത് വീണ്ടും ആ MLAയെ പൊതുമധ്യത്തിൽ വലിച്ചു കയറുന്നു. തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കണം. പക്ഷേ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവിടെ നിയമപരമായ നടപടികൾ ഭരണതലത്തിൽ ഭരണകൂടം ആരംഭിച്ചു കഴിഞ്ഞു. ക്രൈംബ്രാഞ്ചിനെ ഇത്തരമൊരു കേസന്വേഷണം ഏൽപ്പിച്ചു. അവിടെ തന്നെ ചില ചോദ്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കും പ്രതിപക്ഷത്തിനും ഉയർത്താമായിരുന്നു. എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരൊറ്റ കേസ് മാത്രം അന്വേഷിക്കുന്നത്? ആരോപണം ഉയർന്നു വന്ന നിരവധി നേതാക്കളും MLAമാരും ഇതേ CPM പാർട്ടിയിലുണ്ടല്ലോ. കഴക്കൂട്ട് MLA കടകംപള്ളി സുരേന്ദ്രൻ, ഗണേഷ് കുമാർ, AK ശശീന്ദ്രൻ, മുകേഷ് MLA, എത്രയോ അധികം ജനപ്രതിനിധികളുടെ പേരിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവർക്കൊക്കെ എതിരെ നേരിട്ട് പരാതിക്കാർ രംഗത്തിറങ്ങിയതാണല്ലോ. എന്തുകൊണ്ട് ഭരണകക്ഷിയിൽപ്പെട്ട MLAമാർക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും അന്വേഷണമില്ല? പകരം പ്രതിപക്ഷത്തെ ഒരു MLAക്കെതിരെ, ഒരു യുവ MLAക്കെതിരെ ഒരു പരാതിക്കാരിയില്ലാതെ, കൃത്യതയോടെയുള്ള തെളിവുകളില്ലാതെ നിങ്ങൾ എന്തിന് അന്വേഷണം നടത്തുന്നു? ഈ ചോദ്യം ഉന്നയിക്കേണ്ട പ്രതിപക്ഷം ക്രൈംബ്രാഞ്ചിനെ അനുകൂലിച്ച് സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ അന്തരീക്ഷത്തിലേക്ക് ആരൊക്കെയോ പറത്തിവിടുന്ന ഈ വിചിത്ര കഥകൾ ഏറ്റുപിടിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു MLAക്കെതിരെ വീണ്ടും ആക്രോശം നടത്തുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇളകിയിരിക്കുന്നത്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ പറയുന്നത് പോലെ ഇത് പെയ്ഡ് സൈബർ ഗുണ്ടകൾ സമൂഹ മാധ്യമങ്ങളിൽ സതീശനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ആക്രോശങ്ങൾ മുഴക്കുന്നതല്ല. ഇതൊരു സ്വാഭാവിക പ്രതികരണമാണ്. രാഹുൽ മാങ്കൂട്ടവും സംഘവും ഇതുവരെ സൈബർ ഇടങ്ങളിൽ നിയന്ത്രിച്ചിരുന്നു. അവരുടെ പോരാളികൾ സൈബർ ഇടങ്ങളിലേക്ക് നുഴഞ്ഞു കയറി കോൺഗ്രസ് നേതാക്കളെ ആക്ഷേപിക്കുന്നു, കോൺഗ്രസ് സംഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന ആരോപണത്തിന് വലിയ അടിസ്ഥാനമൊന്നുമില്ല.
ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഒരു സ്വാഭാവിക പ്രതികരണമാണ്. ഇതുപോലും മനസ്സിലാക്കാൻ ഈ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നതല്ലേ ഈ സംഭവത്തിൻ്റെ ഏറ്റവും വിചിത്രമായ വശം. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം സഹികെട്ടിട്ട് സൈബർ ആക്രമണം സഹിക്ക വയ്യാതെ വി.ഡി. സതീശൻ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് ഞാനെടുത്ത തീരുമാനമല്ല, പാർട്ടിയുടെ കൂട്ടായ തീരുമാനമാണ്, എന്നെ എന്തിന് തെറി വിളിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. ഇത് മാത്രമല്ല, ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടത്, സ്വന്തം സഹപ്രവർത്തകനെ സംരക്ഷിക്കാൻ കഴിയാത്ത വി.ഡി. സതീശനാണോ അധികാരം എങ്ങാനും കിട്ടിപ്പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ, 3.5 കോടി ജനങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം വരുന്നു. അതായത് സൈബർ ആക്രമണം സഹിക്കവയ്യ ഈ പറയുന്ന വി.ഡി. സതീശന്. ഏറ്റവും രൂക്ഷമായ ആക്രമണം. ഇതിൽ നമ്മൾ രാഹുലിൻ്റെ പിള്ളേർ എന്ന പേരിൽ ഈ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ മാത്രം പ്രതിഷേധമുയർത്തിയിട്ട് കാര്യമില്ല, അവർക്കെതിരെ ആക്രോശം ഉയർത്തിയിട്ട് കാര്യമില്ല. ഇതൊരു സ്വാഭാവിക പ്രതികരണമല്ലേ? ഇത് മനസ്സിലാക്കാനുള്ള ആർജവം എന്തുകൊണ്ട് ഈ കോൺഗ്രസ് നേതാക്കൾക്കില്ല? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ ഏറ്റവും പരസ്യമായ നിലപാടെടുത്ത നേതാവാണ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവ് എന്ന തലത്തിൽ വി.ഡി. സതീശന് ഈ ആരോപണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. കോൺഗ്രസ് പാർട്ടിയാണ് നടപടിയെടുക്കുന്നത് എങ്കിൽ അത് പ്രഖ്യാപിക്കാൻ ഇവിടെ KPCC അധ്യക്ഷനുണ്ട്. ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് KPCC അധ്യക്ഷൻ ഇത്തരമൊരു നടപടി പ്രഖ്യാപിക്കുന്നിടത്ത് എന്തിനാണ് വി.ഡി. സതീശൻ കൊടുമ്പാളുമായി കളത്തിലിറങ്ങി തലങ്ങും വിലങ്ങും രാഹുലിനെ വെട്ടിയിടാനുള്ള ശ്രമം നടത്തിയത്? എന്തുകൊണ്ടാണ് കേരളം ഇരമ്പി വന്നാലും താൻ തൻ്റെ നിലപാടിൽ നിന്ന് മാറില്ല എന്ന് ആക്രോശിച്ചത്? അപ്പോൾ സതീശന് രാഹുൽ മാങ്കൂട്ടം വലിയൊരു പെൺവേട്ടക്കാരനാണ് എന്ന ധാരണയുണ്ടെങ്കിൽ തീർച്ചയായും ആ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിർത്തണം, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. ഇവിടെ ഇപ്പോഴും കുറേയേറെ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നു. ഷാഫി പറമ്പിലിൻ്റെ സ്വരം നമ്മൾ കേട്ടതാണ്. മറുവശത്ത് MM ഹസൻ, എത്രയെത്ര അടൂർ പ്രകാശ്, എത്രയെത്ര നേതാക്കൾ, പഴയ എ ഗ്രൂപ്പ് നേതാക്കളിൽ പലരും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി എത്തിയ കാഴ്ച നമുക്ക് മുന്നിലുണ്ട്. മറുവശത്ത് വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ട് അധിക നേതാക്കളില്ല. ആദ്യം കെ മുരളീധരനൊക്കെ വളരെ സന്തുലിതമായ ചില പ്രസ്താവനകൾ നടത്തിയ ആളാണ്. എന്നാൽ പിന്നീട് വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ശക്തമായ പ്രസ്താവനകൾ കാണുന്നില്ല. ഒരു ദിവസം മുൻപ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു ആക്രോശം നമ്മൾ കേട്ടു. ആരെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചാൽ അവരെ നേരിടാൻ ഞങ്ങൾക്കറിയാം, അവർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും എന്നൊക്കെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വെല്ലുവിളിക്കുന്നത്. കോൺഗ്രസിൽ ഒരു വല്ലാത്ത വെപ്രാളം ഇപ്പോൾ ദൃശ്യമാണ്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇതുവരെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞില്ല. വി.ഡി. സതീശൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും തൻ മകളെപ്പോലെ കരുതുന്നു എന്ന സതീശൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു നടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരസ്യ ആരോപണവുമായി മാധ്യമങ്ങളുടെ മുന്നിലെത്തിയത്. പിന്നീട് ഇതേ നടിയോട് ക്രൈംബ്രാഞ്ച് സംഘം പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതിയില്ല. എന്നാൽ രാഹുലിനെതിരെ വിശദമായി മൊഴി നൽകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ മൊഴി നൽകാനും തയ്യാറല്ല. പകരം നടിയുടെ മൊബൈലിലേക്ക് രാഹുൽ മാങ്കൂട്ടം അയച്ചു എന്ന് പറയപ്പെടുന്ന ചില ചാറ്റുകൾ ക്രൈംബ്രാഞ്ചിന് കൊടുത്തു എന്ന വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ട്. ഇതിൽ എത്ര വാസ്തവമുണ്ട് എന്ന് നമുക്കറിയില്ല. ഓരോ വസ്തുതകളും അന്വേഷിച്ച് ചെല്ലുമ്പോൾ പലതും രാഹുലിൻ്റെ ഗർഭകഥ പോലെയാണ്. ആദ്യം നമ്മൾ കേട്ടു ബംഗളൂരു ആശുപത്രിയുടെ കഥ. ബംഗളൂരു ആശുപത്രിയിലേക്ക് ഗർഭഛിദ്ര രേഖകൾ അന്വേഷിച്ചു പോകുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ ചില കഥകൾ നമ്മൾ കേട്ടു. ആദ്യം ഒരു ഗർഭിണിയായ യുവതി ഗർഭഛിദ്രം ചെയ്തു എന്ന കഥകൾ പ്രചരിപ്പിച്ചു. എന്നിട്ട് ഈ ഗർഭഛിദ്രം നടത്തിയ യുവതിയും അതിൻ്റെ ബന്ധുവും മറ്റൊരു ഗർഭിണിയായ യുവതിയുമായി ബംഗളൂരുവിലേക്ക് പോയി അവിടെ ഗർഭഛിദ്രം നടത്തിയെന്ന കഥയായിരുന്നു മലയാളത്തിലെ ഏറ്റവും പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആ കഥ മലക്കം മറിയുന്നത് പോലെ മറിച്ച് തല തിരിച്ചു വെച്ചുകൊണ്ട് മറ്റൊരു കഥ, അടൂരിലുള്ള ഒരു യുവ സംരംഭകൻ, ഒരു വ്യവസായി, അതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത്, ഇയാൾ 2 ഗർഭഛിദ്ര ഗുളികകളുമായി ഗർഭിണിയായ യുവതിയുടെ അടുക്കൽ വന്ന് അതിനെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് ഈ ഗുളിക കഴിപ്പിച്ച് ഗർഭഛിദ്രം നടത്തി. 16 മാസം പ്രായമായ ഭ്രൂണം. അതുവരെ ഈ താൻ ഗർഭിണിയാണെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുമ്പോൾ രാഹുൽ അത് വിശ്വസിച്ചിരുന്നില്ല അത്രേ. ഒടുവിൽ 16 ആഴ്ചയായി എന്ന് മനസ്സിലായി, അതിൻ്റെ ഭയാനകത മനസ്സിലാക്കിയാണ് രാഹുൽ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ, രാഹുൽ ഗർഭിണിയാക്കിയ യുവതിയെ ഗർഭഛിദ്രം ചെയ്യാനായി പറഞ്ഞയക്കുന്നത്. ഈ യുവസംരംഭകൻ 2 ഗുളികയായി വന്ന് യുവതിയെ നിർബന്ധപൂർവ്വം കഴിപ്പിച്ച് ഗർഭഛിദ്രം ചെയ്തു. അപ്പോൾ ഇതൊരു അശാസ്ത്രീയ ഗർഭഛിദ്രമല്ലേ? ശരിയാണ്.
അശാസ്ത്രീയ ഗർഭചിത്രമാണ്. അപ്പോൾ പിന്നെ ബംഗളൂരുവിലേക്ക് പോയതാരാ? ആദ്യം ഗർഭചിത്രം ചെയ്തത് ആരാണ്? അപ്പോൾ ഈ കഥകൾക്കൊന്നും തമ്മിൽ വലിയ സാമ്യമില്ല, വലിയ ബന്ധമില്ല. ഈ കഥകളൊക്കെ നമുക്ക് അതീവ വിചിത്ര കഥകളായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒരു വശത്ത് വലിയ ഭയാനകമായ കഥകളിങ്ങനെ പരത്തിവിടുന്നു, മറുവശത്ത് കോൺഗ്രസ് പാർട്ടിയിൽ പൊട്ടിത്തെറികളും ഉരുൾപൊട്ടലും. ഈ കഥകളൊക്കെ ചെന്നുകൊള്ളുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ഗർഭകഥകളുടെ കാര്യം കോൺഗ്രസ് പാർട്ടിക്ക് അറിവുള്ളതാണോ? അതോ ഈ ഗർഭകഥകളിൽ മറ്റേതെങ്കിലും കഥാനായകരുണ്ടോ? ഇനി ഈ ഗർഭകഥകളുടെ പേരിൽ ഈ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾക്കിടയിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? നമുക്കറിയില്ല. എന്താണ് യഥാർത്ഥ പ്രശ്നം ഈ നേതാക്കൾക്കിടയിൽ എന്നത് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. ഈ ഷാഫിയും വി.ഡി. സതീശനും തമ്മിലുള്ള ബന്ധം അത് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ രണ്ടുപേരും രണ്ട് തട്ടിലാണ്. ശരിക്കും സൈബർ ഇടത്തിലൊക്കെ വരുന്ന ഒരു കമൻറ്റുകളെന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ സതീശനെ ചവിട്ടി പുറത്താക്കൂ എന്നുള്ള ഒരു കമൻറ്റുകൾ വരുന്നു. പൂർണ്ണ പിന്തുണ രാഹുലിനും ഷാഫിക്കും എന്ന് പറയുന്നു. ശരിക്കും ഈ പറയുന്ന ഷാഫി പറമ്പിലിനും സതീശനും ഇടയിൽ ഇനി ഒരു മഞ്ഞുരുകൽ ഒരു കാലത്ത് ഉണ്ടാകുമോ? ഇതൊരു ഓവറാക്കി ചളവാക്കി എന്നൊക്കെ നമ്മൾ പറയില്ല. അതാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അവസ്ഥ. ഇനി തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് ഒരു വർഷമുള്ളൂ. ഒരു വർഷമൊന്നും ഇല്ല, അടുത്ത ഏപ്രിലിൽ. അപ്പോൾ ഏതാനും മാസങ്ങളേ ഉള്ളൂ. ഇത്തരമൊരു ഘട്ടത്തിൽ ഭരണപക്ഷത്തിനെതിരെ ശക്തമായ പ്രതിരോധമുയർത്താൻ ധാർമ്മിക ബാധ്യതയുള്ള ഒരു പ്രതിപക്ഷം തമ്മിൽ തല്ലുന്നു. അത് ഗർഭത്തെ ചൊല്ലി, സ്വന്തം പാർട്ടിയിലൊരു യുവ നേതാവിൻ്റെ പൈങ്കിളി മെസ്സേജുകളെ ചൊല്ലി, പെൺവേട്ടയെ ചൊല്ലി, ഏറ്റവും വികൃതമായ കാഴ്ചയല്ലേ? ഓക്കെ, അവർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി സസ്പെൻഡ് ചെയ്തു. അതോടുകൂടി കോൺഗ്രസ് പാർട്ടി ഈ പ്രശ്നത്തിൽ നിന്ന് തടിയൂരി അവർ അവരുടെ കാര്യം നോക്കേണ്ടേ? ഏതെങ്കിലും ചോദ്യം ഒരു മാധ്യമപ്രവർത്തകൻ ഉയർത്തിയാൽ അവർക്ക് ഉത്തരമുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ നടപടിയെടുത്തു. ബാക്കി ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഈ വിഷയം പരിശോധിക്കുന്നുണ്ട്. അവർ അവരുടെ നിഗമനത്തിലെത്തട്ടെ, അവരുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ, അപ്പോൾ ഞങ്ങൾ പ്രതികരിക്കുക. ഇവിടെ അതല്ല. താനെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കേരളം ഇരമ്പി വന്നാലും തൻ്റെ നിലപാട് മാറ്റില്ല എന്നൊരു പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുന്നു. മറുവശത്ത് കോൺഗ്രസിലെ ചില നേതാക്കളെ കൊണ്ട് വീണ്ടും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെല്ലുവിളിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം വലിയ ട്രോമയിലാണെന്നും ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തനിക്ക് കഴിയുമോ എന്ന് ഭയക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദരേഖകൾ പ്രചരിക്കുന്നു. ജീന എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരി എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു യുവതി രംഗത്തെത്തി. കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ, ആ പിൻ പോയിൻ്റഡ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ ചേർന്ന് ഗൂഢാലോചന നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് കൊണ്ടുവന്നതാണ് എന്നവർ പറയുന്നു. അപ്പോൾ ഭയാനകമായ കഥകളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് ഈ കഥകൾ പുറത്തേക്ക് പ്രചരിക്കുന്നത്. ഈ ഗർഭം ചുമക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലേണ്ട ഗതികേടും ഈ പാർട്ടിക്കില്ല. കോൺഗ്രസ് പാർട്ടിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു യുവനടി ചില ആരോപണങ്ങൾ വി.ഡി. സതീശനോട് തുറന്നു പറഞ്ഞുവെങ്കിൽ സതീശൻ അതിലൊരു നിലപാടെടുക്കാം. സതീശന് തനിക്ക് കിട്ടിയ തെളിവുകൾ ഹൈക്കമാൻഡിന് മുന്നിൽ നൽകാം, അല്ലെങ്കിൽ KPCC അധ്യക്ഷന് മുന്നിൽ നൽകാം. തനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും കോൺഗ്രസ് നേതൃത്വത്തോട് സതീശന് വെളിപ്പെടുത്താം. അതിലപ്പുറം എന്തിനാണ് സതീശൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ പ്രശ്നങ്ങളുമായി നിരങ്ങിയത്? എന്തിനാണ് ഇതിൽ ധാർമ്മികത എന്നൊരു വശം അവകാശപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയത്? ഈ സംശയം ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും അനുഭാവികൾക്കിടയിലുമുണ്ട്. ഇവിടെയാണ് നടി സ്വന്തം പിതാവിനെ പോലെയാണ് വി.ഡി. സതീശനെ താൻ കാണുന്നത് എന്ന ഒരു പ്രസ്താവന നിൽക്കുന്നത്. എന്തിനാണ് ഈ പ്രസ്താവന? എന്താണ് ഈ പ്രസ്താവനയുടെ ഒരു യുക്തി? അപ്പോൾ ഈ നടിയുമായി വളരെ അടുത്ത ബന്ധമുള്ള വി.ഡി. സതീശൻ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നടി വെളിപ്പെടുത്തൽ നടത്തിയത്? ആ സംശയം സ്വാഭാവികമായി ആളുകൾക്കിടയിലുണ്ടാകും, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ടാകും. അവർ ആ ആശങ്ക സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടെ നിലപാടിൻ്റെ പ്രശ്നങ്ങളാണ്. അത് കോൺഗ്രസ് നേതൃത്വത്തിൽ വളരെ ശക്തമാണ്. തുടക്കത്തിൽ വി.ഡി. സതീശനെ വെട്ടിലാക്കാൻ ചില തന്ത്രങ്ങൾ രമേശ് ചെന്നിത്തല പയറ്റി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടുമായി ചെന്നിത്തല കളത്തിലിറങ്ങിയപ്പോൾ ഒരു പടി കൂടി കടന്ന് വാളും പരിചയമെടുത്ത് വി.ഡി. സതീശൻ ആഞ്ഞുവെട്ടി. ഒടുവിൽ വി.ഡി. സതീശൻ ചെന്ന് കുഴിയിൽ വീണു. കാരണം രമേശ് ചെന്നിത്തലയ്ക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവല്ല, അടുത്ത മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നൊരു വ്യക്തി മാത്രമാണ്, ഒരു നേതാവ് മാത്രമാണ് രമേശ് ചെന്നിത്തല.
പക്ഷേ വി ഡി സതീശൻ ആ യുദ്ധത്തിലേറെ പടവെട്ടി മുന്നോട്ട് വന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരിക്കുന്നു, വരുന്ന മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കേണ്ട ആളാണ്. അവിടെ നിന്ന് ചാടിയിറങ്ങി പാളും പരിചയം എടുത്ത് എന്തിനാണ് ഇത്തരം പടവെട്ടുമായി ഇറങ്ങിയത്? ഒടുവിൽ വെട്ടിലായിരിക്കുന്ന അവസ്ഥയാണ്. ഇതാണ് കോൺഗ്രസിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു ട്രാജഡി. ഇപ്പോൾ വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തണ്ട എന്നാണെങ്കിൽ തൊട്ടിപ്പുറത്ത് ഭരണപക്ഷത്തിന് രാഹുൽ നിയമസഭയിൽ എത്തണമെന്നാണ്. കാരണം അവരെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരുപാട് വിവാദങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ട വിഷയങ്ങളായിരുന്നു ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ ഉയർന്നു വന്ന ആരോപണങ്ങൾ. പക്ഷേ അതിലൊന്നും കാര്യമായ ഒരു ഇടപെടൽ നടത്താൻ ഈ പറയുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല, പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. എല്ലാ കാലത്തും പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിലെല്ലാം CPM-ന് സർക്കാരിന് രക്ഷപ്പെടാൻ ഇതുപോലെയുള്ള ഓരോ പഴുതുകൾ വീണ് കിട്ടാറുണ്ട്. ഈ നിയമസഭയിൽ വലിയ രീതിയിൽ ഈ പറയുന്ന ഭരണപക്ഷത്തെ അടിച്ചിരുത്താൻ ഒരുപാട് വിഷയങ്ങൾ കയ്യിലുള്ളപ്പോഴാണ് അതെല്ലാം കൊണ്ട് കളഞ്ഞ് പ്രതിപക്ഷം ഇപ്പോൾ കൂട്ടയടിയുമായി നിൽക്കുന്നത്. ഇത് പൂർണ്ണമായും പിണറായി ഭരണപക്ഷത്തിന് വലിയൊരു നേട്ടമായി മാറിയില്ലേ? അല്ല, ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ് എന്തിനാണ് ഈ പരസ്യ പ്രതികരണത്തിനും മാധ്യമ വിചാരണയ്ക്കും ഇറങ്ങി തിരിച്ചത്? അതുകൊണ്ടല്ലേ ഈ മാധ്യമങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പരിപൂർണമായി വെട്ടിലാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടത് ഭരണപക്ഷത്തിനെതിരെയുള്ള അവരുടെ പ്രതിഷേധങ്ങളിലേക്കായിരുന്നു, അവരുടെ മുഖ്യ ശ്രദ്ധ അതിലേക്കായിരുന്നു തിരിക്കേണ്ടത്. ലോകമർദ്ദനങ്ങളുടെ പേരിൽ വലിയ തോതിൽ ഇപ്പോൾ വിമർശനങ്ങൾ നേരിടുകയാണ് മാധ്യമങ്ങളിൽ നിന്ന് ഭരണകൂടം. മുഖ്യമന്ത്രിയുടെ പോലീസ് ഭരണത്തിനെതിരെ അതിനിശ്ചിതമായ വിമർശനങ്ങൾ നമ്മൾ കേൾക്കുന്നു. വലിയ അഴിമതി കഥകൾ പുറത്തേക്ക് വരുന്നു. നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ സർക്കാരിനെ പാതാളക്കുഴിയിലാക്കുന്ന അഴിമതിയുടെ രേഖകൾ തൻ്റെ പക്കലുണ്ട് എന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളേ ആയുള്ളൂ. ആ അഴിമതി രേഖകളൊന്നും പുറത്തേക്ക് വിട്ടില്ല. ഒരുപക്ഷെ നിയമസഭയിൽ ഈ അഴിമതിയുടെ രേഖകൾ അവതരിപ്പിക്കാനും സർക്കാരിനെ വെട്ടിലാക്കാനും ഉദ്ദേശിച്ചായിരിക്കും സതീശൻ്റെ നീക്കം. പക്ഷെ അതിനു മുൻപ് തന്നെ സ്വയം കുഴിവെട്ടി അതിൽ നേതാക്കളെല്ലാം ചാടി നിലവിളിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്ക് മുന്നിൽ. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടം ആ അടൂരിലെ വീട്ടിൽ ഇപ്പോഴും മുറി പൂട്ടിയിട്ടിരിക്കുകയാണ്, പുറത്തേക്കിറങ്ങുന്നില്ല, സ്വന്തം മണ്ഡലത്തിൽ പോകാൻ കഴിയുന്നില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയധികം പ്രതിരോധത്തിൽ വീഴ്ത്തിയത് സ്വന്തം പാർട്ടി തന്നെയാണ്, സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ്. അവിടെയാണ് ഇതിൻ്റെ ഒരു വിചിത്രമായ വശം. ശരിക്കും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം തമ്മിലടിച്ചില്ലാതാകുന്ന ഒരു കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വി ഡി സതീശനെതിരെ വലിയ രീതിയിൽ പാർട്ടിയിൽ നിന്ന് അണികളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നു. വി ഡി സതീശനെ അടിച്ചിരുത്താനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നു. എന്തായാലും ക്രൈംബ്രാഞ്ച് പുതിയ കഥകൾക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ വിഷയത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി അതിൻ്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വരേണ്ടത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി.